ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ബ്രൗണി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ ഒരുപാട് പേര് വീണ്ടും ബ്രൗണി എങ്ങനെ റൈറ്റ്, ബ്രൗണി എങ്ങനെയാണ് വെയിറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ്സ് അയക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഈ ഒരു വീഡിയോ ഒന്നും കൂടെ പോസ്റ്റ് ആവുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്, ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ബ്രൗണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ മൈദയാണല്ലോ അരിച്ചെടുക്കൽ. പക്ഷേ നമ്മൾ ബ്രൗണിക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ചോക്ലേറ്റും ബട്ടറും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഞാനിത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും അതുപോലെ തന്നെ 1/2 കപ്പ് ബട്ടറാണ് കേട്ടോ, അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ആയാലും മതി കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരെ കട്ട ആ രൂപം വേണ്ട, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയാൽ മതി. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. താഴെ പാത്രത്തിൽ സ്റ്റീലിൻ്റെ ബൗളിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായിട്ടതുകൊണ്ടാണ് ഈ ഒരു സെറാമിക് ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ബൗളായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് കോമ്പൗണ്ട് മാത്രമായിട്ട് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഡാർക്ക് കോമ്പൗണ്ട് കൂടുതലും അതുപോലെ മിൽക്ക് കോമ്പൗണ്ട് ചെറുത് കുറച്ച് പോർഷനും എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ചില ആളുകൾക്ക് ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ ആ കയ്പ് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടമില്ല. ചില ആൾക്കാർ അതിനൊരു ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കസ്റ്റമറിനെ നോക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ റെഡിയാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇനിയിവിടെ ഞാൻ ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മീഡിയം സൈസിലുള്ള എഗ്ഗാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ നോർമൽ കേക്ക് പോലെ ഒരുപാട് നേരം ഇട്ട് പ്ലഫി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വിസ്ക് യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് എഗ് ബീറ്റർ എടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതി. ഒരുപാട് പ്ലഫി ആയിട്ട് നമുക്കൊരു സ്പോഞ്ചി കേക്കല്ല നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ നമ്മൾ അപ്പോഴേക്കും നമ്മളെ ബട്ടറും ചോക്ലേറ്റും മെൽറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഈ ഒരു ബ്രൗണി. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതോടെ നമുക്ക് നമ്മളെ ബീറ്റർ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡയറക്റ്റ് തന്നെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ, ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂണ് നല്ല കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതല്ലാതെ നമ്മൾ മറ്റേതൊക്കെ ചെയ്യുന്നത് പോലെ കുറേശ്ശെ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഫുള്ളായിട്ട് തന്നെ ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും സിമ്പിൾ റെസിപ്പിയാണ്. ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു റെസിപ്പി. ഈ ഒരു സമയത്തിന് നമ്മളെ ഓവൺ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. മുകളിലും താഴെയും കോയിൽ ഓൺ ആക്കണം. നമ്മൾ ഇത്തരത്തിലുള്ള കേക്കുകൾ അതുപോലെ ടീ കേക്ക്സ് ഒക്കെ നമുക്ക് പാനിൽ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ചെയ്തെടുക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൽ ഓവണിൽ ചെയ്താലാണ് കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വരുള്ളൂ. ഓവണിൽ ചെയ്താലാണ് റെഡി ആയിട്ട് വരിക. ഇനി ഇതിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് കഴിക്കാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ചെയ്യാം. പക്ഷേ മുകളിൽ ഒരു ഒട്ടലുണ്ടാവും. അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഓവണിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഐസിങ് ചെയ്യാനുള്ള നോർമൽ സ്പോഞ്ച് കേക്ക് ആണെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാം. പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കേക്കൊക്കെ ഓവണിൽ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മളെ ബാറ്റർ ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, സ്പോഞ്ച് കേക്ക് പോലെ ഭയങ്കര പ്ലഫി ആയിട്ട് ലൂസി ആയിട്ടെല്ലാം ഉണ്ടാവില്ല. ഇതുപോലെ നല്ല തിക്ക് ബാറ്ററാണ് ഉണ്ടാവുക. അതുപോലെ ഈ ഒരു കേക്കിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്ക് ഒരുപാട് ഹൈറ്റുള്ള ഒരു കേക്ക് അല്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് നട്ട്സ് എടുത്തിട്ടുണ്ട്. ബദാമും നട്ട്സും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഞാൻ ഒരുപാട് ബ്രൗണി റെസിപ്പി കാണുമ്പം ആരും ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുത്തതായിട്ട് കാണുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ സെയിൽ ചെയ്യണതിൽ ഇതിലേക്ക് ഞാൻ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടാണ് സെയിൽ ചെയ്യാറ്. അതുപോലെ വാൾനട്ട്സ് ബ്രൗണി എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് തന്നെ ബ്രൗണി ഉണ്ട്. ഞാൻ അതിൻ്റെ പകുതി നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമുക്ക് മുകളിൽ ടോപ്പിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 8 ഇഞ്ചിൻ്റെ ഒരു നോർമൽ സ്ക്വയർ പാനാണ്. അപ്പോൾ ഇതിനേക്കാൾ 7 ഇഞ്ചിൻ്റെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമ്മളെ ബ്രൗണി ഒന്ന് ഹൈറ്റ് കിട്ടും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചിൻ്റെ ആണ് കേട്ടോ. ഇനി നമ്മൾ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്യൂവർ എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം, നമ്മളെപ്പോഴും കേക്കിൽ ചെയ്യുന്നത് പോലെ തന്നെ. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു നട്ട്സും കൂടി ഇതിലേക്ക് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ഞാനൊരു 1/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നട്ട്സ് ഇങ്ങനെ ഇടുന്ന ടൈമിൽ ഇത് നമ്മൾക്ക് കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എന്താ പറയുക ക്രിസ്പി ആയിട്ടുള്ള ഒരു നട്ട്സ് ഇതിൽ കടിക്കാനായിട്ട് കിട്ടും. അതാണ് ഈ ഒരു ബ്രൗണിയുടെ ഒരു പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സെയിൽ ചെയ്യുന്നതിൽ ഇതുപോലെ 1/4 കപ്പ് നട്ട്സ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഞാനിപ്പോൾ മിൽക്ക് കോമ്പൗണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ടാണല്ലോ ഓൾറെഡി കേക്കിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മിൽക്ക് കോമ്പൗണ്ടാണ് മുകളിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യേണ്ടത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് മുതൽ 25 വരെയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു കേക്ക് 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വെന്ത് കിട്ടാനായിട്ട് കൃത്യം 20 മിനിറ്റാണ് കേട്ടോ റെഡി ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓരോരുത്തരുടെ ഓവൺ അനുസരിച്ചിട്ടിരിക്കും അതിൻ്റെയൊക്കെ ഒരു ടൈമിങ്. നിങ്ങളൊന്ന് ജസ്റ്റ് കുത്തി നോക്കുക, ഒട്ടണമൊന്നും ഇല്ലെങ്കിൽ നമുക്കത് പുറത്തോട്ടെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം ഞാൻ ടിന്നിൽ നിന്ന് മാറ്റിയതിന് ശേഷം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനി നമ്മൾ സെയിൽ ചെയ്യണ മുന്നായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മളെ കസ്റ്റമർ പറഞ്ഞനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അങ്ങനെയൊക്കെ പ്ലെയിൻ ആയിട്ട് അവർക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ലൈൻ ഇട്ട് കൊടുത്തിട്ട് ബോക്സിലാക്കി കൊടുക്കാം കേട്ടോ. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പീസായിട്ട് കൊടുത്തിട്ടുണ്ടോ. ഞാൻ ഇതുവരെ പീസായിട്ട് കൊടുത്തിട്ടില്ല. ഞാനിത് ഫുള്ളായിട്ട് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിക്ക് ഞാൻ 600 ആണ് കേട്ടോ റേറ്റ് വാങ്ങണത്. അഥവാ ഈ ഒരു 3 എഗ്ഗ് എന്നുള്ള ഈ ഒരു അളവിൽ 600 രൂപയ്ക്കാണ് ഞാനിത് സെയിൽ ചെയ്യുന്നത്. പിന്നെ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാനിത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ താഴെ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലാണ് കേട്ടോ ഇത് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 9 മുതൽ 12 പീസ് വരെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി വന്നിട്ട് ഞാനിത് നോർമൽ നമ്മളെ കേക്ക് ബോക്സ് ഉണ്ടല്ലോ അതിൽ തന്നെയാണ് കേട്ടോ ഞാനിത് സെയിൽ ചെയ്യാറുള്ളത്. എനിക്ക് ബ്രൗണി അത്ര അധികമായിട്ട് ഓർഡർ കിട്ടാറില്ല, വല്ലപ്പോഴാണ് ബ്രൗണിയുടെ ഓർഡർ കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ അതിനായിട്ട് സ്പെഷ്യൽ ബോക്സ് ഒന്നും വാങ്ങിയിട്ടില്ല. ഇനി അതിനുള്ള സ്പെഷ്യൽ ബോക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പിസ്സ ബോക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ നോർമൽ എൻ്റെ കേക്ക് ബോക്സിലാണ് ഇത് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ. പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് വന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.